ഹായ് ഗൈസ്, അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ തന്നെ ഷോർട്ട് ഫിലിമായിട്ടുള്ള ഡിക്റ്റേറ്റീവ് അഗ്രോസ് ഡിക്റ്റേറ്റീവ് അഗ്രോസ് നിങ്ങൾ അഭിനയിച്ചതാണല്ലേ? അതെ അതെ, താൻ കുറെ നാള് ഇങ്ങനെ എടുത്ത് ചെയ്ത സംഭവമാണ്. അതെ, എന്റെ 2 വർഷത്തെ ഡ്രീം പ്രൊജക്റ്റ് ആണ്. താൻ അതിനകത്ത് കുറെ ബാഡ് കമന്റ് ഒക്കെ ഞാൻ കണ്ടായിരുന്നില്ല. താൻ ബാഡ് കമന്റ് വിളിച്ച് തെറി വിളിക്കും. അതെ, ഞാൻ മുള്ളിക്കും എന്ന് പറഞ്ഞു. പണി വാങ്ങാനുള്ള പരിപാടിയാണോ? അതെ, പിന്നെ ജോജുവിന് മുമ്പേ നടന്നവനാണ് ഞാൻ, കാലത്തിന് മുമ്പേ സഞ്ചരിച്ചവൻ. ട്രെൻഡാണ് ജോജി എഫക്ട് അല്ല, എന്റെയാണ് കോപ്പി അടിച്ച് ജോജു ശരിക്കും. ഞാൻ എത്ര പേര് വിളിച്ചത്. പിന്നെ എനിക്ക് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് വീഡിയോ. പിന്നെ ഞാനൊന്നും അങ്ങനെ ഫേമസ് അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അത് ശരിയാ. എന്തായാലും ജോയി ജോർജിന്റെ പരിപാടിയാണ് ഇപ്പൊ മലയാള സിനിമയിൽ ഓട്ടോപ്പായിട്ട് നിൽക്കുന്നത്. താങ്കൾക്ക് എന്താ അഭിപ്രായം? സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞ മൂവി, ആ വിദ്യാർത്ഥി കമന്റ് ചെയ്ത റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞ മൂവി ഞാൻ കഴിഞ്ഞ IFKയിൽ കണ്ടതാണ്. അപ്പോൾ ഒരു ടീച്ചറും സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള ഒരു വനിത രാത്രി കഴിഞ്ഞ് വന്ന സമയത്ത് ഒരുത്തൻ വന്നിട്ട് പീഡിപ്പിക്കുന്നതാണ്. 2 പേരുണ്ടെന്ന് ആക്ച്വലി വന്നിട്ട് പീഡിപ്പിക്കുന്നതാണ്. അതിൽ ആ റേപ്പ് ആണ്, അതേപോലെയാണ് ഇത് എടുക്കണ്ടേ എന്നാണ് ഈ വിദ്യാർത്ഥി പറയുന്നത്. അതായത് അത് കാണുമ്പോൾ നമുക്ക് ഗ്ലോറിഫൈ, ഇത് റേപ്പിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതും മറ്റത് റേപ്പിനെ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇരയോടൊപ്പം, അതായത് അതിജീവിതയോടെ, ഇരയെന്ന് പറയാൻ പാടില്ലല്ലോ, അതിജീവിതയോടൊപ്പം നമുക്ക് നിൽക്കാൻ തോന്നും. ഇത് അങ്ങനെയല്ല, ടെംപ്റ്റേഷനൊക്കെ ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് ഈ പോസ്റ്റ് ഇട്ടത്. പക്ഷെ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ, അതൊരു ആർട്ട് മൂവിയാണ്. ആ പടം ഞാൻ കണ്ടതിൽ എനിക്ക് തോന്നിയത് ഒരു സംഘടനവും കാര്യങ്ങളൊക്കെ അതിന് ശേഷം പിന്നെ റേപ്പ് കഴിഞ്ഞിട്ടുള്ള സീനാണ് കാണിക്കുന്നത്. റേപ്പ് കാണിക്കുന്നില്ല. അത് ആർട്ട് മൂവിയാണ്, ഇതൊരു കൊമേഴ്സ്യൽ മൂവിയാണ്. പിന്നെ ഈ മൂവിയിൽ ഇത് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ക്ലിയർലി പറയാം, ഞാൻ 2 പേരുടെ ഭാഗത്ത് നിൽക്കുന്നില്ല. ഒരു ബയാസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഞാൻ ഈ വിദ്യാർത്ഥിയുടെ പക്ഷത്തിൽ നിൽക്കുന്നില്ല, ജോജുവിന്റെ പക്ഷത്തിൽ നിൽക്കുന്നില്ല. പിന്നെ ഈ മൂവി എടുത്തു വെച്ചിരിക്കുന്നത് എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, സെൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെൻസർ ബോർഡിന്റെ പണിയാണത്. സെൻസർ ബോർഡ് പുറത്തുവിട്ട സാധനം അതെ, അതങ്ങനെയാണ്. പിന്നെ അത് നമുക്ക് ഓക്കെ ആക്കി, പിന്നെ കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഈ ഒരു സംവിധായകൻ വിചാരിക്കും ഇത് എന്റെ സീൻ എങ്ങനെ ആവണം എന്നുള്ളത്. പക്ഷെ ജോജു ചെയ്തതും മോശം പരിപാടിയാണ്. ഇതിനകത്ത് എൻ്റെ ഒരു ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംഭവം ശരിയാണ്. ഇപ്പൊ ഈ 2 പേരുടെ ഭാഗത്തും ന്യായമില്ലാത്ത സംഭവമാണ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി തോന്നുന്നത്, ഈ ജോജു എന്ന് പറഞ്ഞൊരു ആക്ടർ, മലയാളികളൊക്കെ ഇത്ര ഇങ്ങനെ നല്ല നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ചൊരു ആക്ടർ, അദ്ദേഹം ഇത്ര ഓവറായിട്ട് റിയാക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒരു സിനിമയെ കുറിച്ച് അത് മാത്രമല്ല, ഇതിങ്ങനെ വിളിച്ചിട്ട് മറ്റേ ശരിക്കും പറഞ്ഞ പണിയുടെ ഹാങ് ഓവറിലാണ് പുള്ളി. റിട്ടയർഡ് കൊണ്ട് അതെ ഇറങ്ങി വന്നിട്ടില്ല. ഞാൻ വിളിച്ചത് നിന്നെ വിളിച്ചിട്ട് മുള്ളിക്കും എന്നൊക്കെ പറയണ. അല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും ഒരു അധോലോകോ അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകര് മണ്ടന്മാരോ എല്ലാവരും ഇങ്ങനെ കുത്തിക്കുറിക്കണമെന്നൊന്നുമില്ല. അപ്പൊ നമ്മൾ ഈ ടോക്ക് ഒരാൾ സംസാരിക്കുന്നത് ഇതെല്ലാം ഒരു റിയാക്ഷനാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് അത്ര ഒരു നല്ലൊരു സംഭവമല്ല. 2 പേരുടെ ഭാഗത്തും പുള്ളി ഒരു പക്വത കുറവ് കാണിച്ചു. പിന്നെ ആ റേപ്പ് അതേപോലെയാണ് ഉണ്ടാവേണ്ടത്, ഇതേപോലെ അല്ല ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞാൽ അതും ഒരു നല്ലൊരു പരിപാടി അല്ല. ശരിക്കും മോസ്റ്റ്ലി എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ജോജിന്റെ കുറച്ചുകൂടി അത് ആ റിയാക്ഷൻ അത്ര അത് ഭയങ്കര ഇതായിട്ട് അമച്വർ പരിപാടിയാണ്. പടം എങ്ങനെയുണ്ട്? പടം റിപ്പോർട്ട് എങ്ങനെ? എന്റെ പടത്തിന്റെ ഞാൻ തന്നെ ഇപ്പൊ റിവ്യൂ ഇട്ടതാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എന്നെ വിളിക്കണമല്ലോ. ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ എങ്ങാനും ഒരു റിവ്യൂ വിളിച്ചിട്ട് വരികയാണെങ്കിൽ എന്റെ റിവ്യൂ കുറച്ചു പേര് കണ്ട് ഫേമസ് എങ്കിലും ആവുമായിരുന്നു. അല്ലെങ്കിൽ അളിയനാണെങ്കിൽ എന്നെ ഒന്ന് മാറി എന്ന് വിളിച്ചാലും നമുക്ക് ഇതേപോലെ ഒരു പരിപാടി പ്ലാൻ ചെയ്തായിരുന്നു. എന്തായാലും കേട്ടോ, വേറെന്താ അപ്ഡേറ്റ് ഉള്ളത്? പുതിയ അപ്ഡേറ്റ്സ് നമ്മുടെ പുതിയ റിലീസായുള്ള സംഭവങ്ങളുടെ ദീപാവലി റിലീസ് ഉണ്ട്, അതിനെ കുറിച്ച് എന്താ ഉള്ളത്? ദീപാവലി അമരൻ ശിവകാർത്തികന്റെ ഒരു വല്ലാത്തൊരു ഹിറ്റാണ്. അതായത് കുറെ നാൾക്ക് ശേഷം അദ്ദേഹത്തിന് കിട്ടിയത്. അത് രാജ്കമലിന്റെ പടങ്ങളിൽ തന്നെ, രാജ്കമൽ പ്രൊഡക്ഷനിലാണ് അത് ഇറങ്ങിയ പടങ്ങളിൽ തന്നെ. ഇപ്പൊ 100 കോടി രൂപകൾ അടുത്തുകൊണ്ടിരിക്കുക. 150 കോടി ബഡ്ജറ്റ് ആണ്. ഇപ്പൊ അതില് 77 കോടി 77+ കളക്ഷൻ ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ലക്കി ഭാസ്കർ, അത് തെലുങ്ക്, തമിഴ്, മലയാളത്തിൽ ഇറങ്ങിയ പടമാണ്. പക്ഷെ തെലുങ്കിലും തമിഴിലും എല്ലാത്തിലും നല്ല റിപ്പോർട്ട്. 56 കോടിയാണ് ബഡ്ജറ്റ്, 70 crore പ്ലസ് ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു സങ്കടമായ കാര്യം എന്ന് വെച്ചാൽ, തമിഴിൽ മറ്റു 2 പടങ്ങൾ ആ സമയത്ത് ഇറങ്ങിയായിരുന്നു. ബ്ലഡി ബഗറും പിന്നെ ബ്രദറും. ജയൻ രവിയുടെ തുടരെ ഫ്ലോപ്പിനോട് ഇതിൽ വല്ലാത്തൊരു ഫ്ലോപ്പ്. കാരണം ഈ പടം ഇറങ്ങുന്ന സമയത്ത് പടം ഇറങ്ങാണ്ട് ഒരു 4 കോടി രൂപയുടെ ഡിസ്പ്യൂട്ട് വന്നപ്പോൾ പുള്ളിയുടെ പ്രതിഫലത്തിൽ നിന്ന് കൊടുത്തിട്ട് അത്ര എഫേർട്ട് എടുത്ത് ഇറക്കിയ പടമാണ്. പക്ഷെ വീണ്ടും അത് ബ്രദർ 50 കോടി രൂപയാണ് ബഡ്ജറ്റ്, പക്ഷെ 8 കോടി രൂപയാണ് ഇതുവരെ ആകെ കളക്ട് ചെയ്തോളൂ. അതല്ല ബ്ലഡി ബഗർ, അത് നെൽസന്റെ പ്രൊഡക്ഷനിലുള്ള പടമാണ്. പുള്ളി സേഫ് ആക്കി. പുള്ളി അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് 11 കോടി രൂപ ചെലവിലെടുത്ത പടമാണ്.
ഇപ്പൊ അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അങ്ങനെ തന്നെ കൊടുത്തു. പക്ഷെ അവർക്ക് മാക്സിമം ഒരു 3.25 കോടി രൂപയാണ് ഇതായിട്ട് കളക്ട് ആയിരിക്കണം. ഇന്ത്യൻ 3യുടെ എന്തോ അപ്ഡേറ്റ് ഉണ്ടല്ലോ ഈ അമരനായിട്ട് ബന്ധപ്പെട്ട്. തീർച്ചയായിട്ടും. അതായത് നമ്മുടെ കമൽ സാറ് ഈ പടം അദ്ദേഹമുള്ള പ്രൊഡക്ഷൻ അമരന്റെ. അപ്പൊ ഈ പടം ഒരു പ്രാവശ്യം ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സംവിധായകൻ ഇത് കാണിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു നോട്ട്ബുക്കൊക്കെ എടുത്ത് പുള്ളി ഈ പടത്തിലെ പല സീനുകളിലും പല സമയത്ത് എന്തൊക്കെയാണ് കുറവ് കൂടുതൽ പുള്ളിയുടെ എക്സ്പീരിയൻസ് അറിയാലോ അത് പറഞ്ഞ് രണ്ടാമതും, അതായത് ഇവർ എസ്റ്റിമേറ്റ് ചെയ്ത ബഡ്ജറ്റിനൊക്കെ കൂടിയ ഈ പടം ബഡ്ജറ്റ് വന്നേക്കണം. വീണ്ടും റീഷൂട്ട് ചെയ്ത് കുറേ ഭാഗങ്ങളൊക്കെ ചേർത്തിട്ടാണ് പടം ഇറങ്ങിയത്. അപ്പോൾ പടം ഇറങ്ങി കഴിഞ്ഞാൽ പടം നല്ല ഹിറ്റായി. അപ്പോൾ ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ 3 ശങ്കറിന്റെ ഇന്ത്യൻ 3 ഇതേപോലെ റീഷൂട്ട് ചെയ്യണം. അത് അദ്ദേഹം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അതായത് 30 ദിവസത്തെ ഒരു ഷൂട്ടിംഗ് കൂടി വന്നെന്നാണ് പറഞ്ഞേക്കണേ. ഇടിമിന്നൽ പോലെ ഇരിക്കുകയാണ്. കാരണം പടം ഓൾറെഡി അറിയാം. ഇന്ത്യൻ 2 പൊട്ടിയന്റെ ഹാങ് ഓവറിൽ ലൈക്ക് ഇതുവരെ മോചിതനായിട്ടില്ല, റിക്കവർ ആയിട്ടില്ല. പക്ഷെ അവർക്ക് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. കാരണം കമലഹാസൻ ഡബ് ചെയ്തിട്ടില്ല. ഡബ് ചെയ്യാണ്ട് ഒരിക്കലും പടം ഇറങ്ങാൻ. അപ്പൊ ഇടി വെട്ടിയവന്റെ തലയില് ലൈക്കയുടെ തലയില് ശരിക്കും കുത്തി പോലെ അവസ്ഥ ആയിട്ടുണ്ട്. പിന്നെയും പാമ്പ് അടിച്ചു. അപ്പൊ അവർ ആ ഒരു ഇതിനകത്തൊക്കെ നിൽക്കണം. പക്ഷെ അതിന്റെ ഇടയിൽ ഇപ്പൊ കമൽഹാസന്റെ പുതിയൊരു പടം തഗ് ലൈഫ് ഇറങ്ങി ഹിറ്റായി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവരത് ചെയ്യും. കാരണം ആ ഒരു പടത്തിന്റെ ഹിറ്റിൽ നിൽക്കുമ്പോൾ അടുത്ത പടം ഉറപ്പായിട്ടും ഇന്ത്യൻ 3 OTT ഡയറക്ടർ റിലീസ് ആവുന്ന അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അതിൽ താല്പര്യമില്ല. നിർവഹണത്തിന് താല്പര്യമുണ്ട് പ്രൊഡക്ഷൻ ഹൗസിന്. പക്ഷെ ശങ്കറൊക്കെ അവർ സമ്മതിക്കും, ഇത്ര വലിയ ഡയറക്ടറും നടനൊക്കെ. ഇതാണ് ഇവിടുത്തെ ഒരു പുതിയ ഇത്. പിന്നെ മലയാളത്തിൽ കുറച്ച് അപ്ഡേറ്റ്സ് സിംഗത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ബുൽബുലയ 3യും സിംഗം അഗൈനാണ് ഇറങ്ങിയത്. അതിന്റെ എങ്ങനെ റിപ്പോർട്ട്? ബുൽബുലയ്ക്ക് 150 കോടിയാണ് ബഡ്ജറ്റ്. അതില് 200 കോടി ഏതാണ്ട് അത് കിട്ടിയിട്ടുണ്ട്. അതല്ല സിംഗം 3 സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ 250 കോടിയാണ്. അതെ, ദീപാവലിക്ക് പടക്കം പൊട്ടിച്ച പടമാണ്. 250 കോടിയാണ് അതിന്റെ ബഡ്ജറ്റ്. അതിൽ എത്ര കിട്ടി? 180 കോടിയാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ഇനി അത് വലിയ ഓട്ടം ഓടുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ദിവസം മലയാളത്തിൽ അപ്ഡേറ്റ്സ്. പ്രൊഡക്ഷൻ നമ്പർ 2 എന്ന് പറഞ്ഞൊരു പടം അത് പാക്കപ്പ് ആയിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ധീരൻ മൂവി ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഭീഷ്മപർവ്വതത്തിന്റെ റൈറ്റർ ദേവദത്ത് ഷാജി. ഫസ്റ്റ് മൂവിയാണ്. ജഗദീഷ്, അതേപോലെ തന്നെ രാജേഷ് മാധവൻ, വിനീത്. അതെ, ഹീറോ. അപ്പൊ പുള്ളിയുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് പടം. റൈറ്റർ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയിലാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ രൂപാന്തര എന്ന് പറഞ്ഞൊരു പടം കന്നഡയില്, രാജ്ബി ഷെട്ടി കന്നഡ. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി ആയിട്ടുള്ള മിഥിലേഷാണ് അത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അതൊരു ആന്തോളജിയാണ് പടം. സംഭവം ഇവിടെ അധികം ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. കാരണം ഇതൊരു മാസ് മസാല അല്ലാത്തതുകൊണ്ട് ഇവിടെ ആരും അത് അറിഞ്ഞിട്ടില്ല. അതൊക്കെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ OTT-ലാണല്ലോ വരുള്ളൂ. പിന്നെ ദിലീപിന്റെ ഒരു മൂവി, അത് ഞാൻ അതിന്റെ പോസ്റ്റർ ഉണ്ടായിരുന്നു, നല്ല പ്രിൻസ്. ദിലീപ്, വിനീത് ശ്രീനിവാസൻ. ഏട്ടൻ തിരിച്ചു വരുമോ? പക്ഷെ അതൊരു പോസ്റ്റർ കണ്ടപ്പോ ഒരു ഇതായിട്ട് തോന്നി, കോമഡി ഒക്കെ ഉണ്ടാവുകയാണ്. പിന്നെ ദാവീദ് എന്ന് പറഞ്ഞൊരു മൂവി, മലയാളം ഇടിപ്പെട്ടാണ്. അത് ചിലപ്പോൾ വരുമായിരിക്കും. നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. പിന്നെ ഒരു വലിയൊരു സന്തോഷമുണ്ട്, അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ലൈബ്രറി, അതായത് ഓസ്കാറിന്റെ ലൈബ്രറിയിലേക്ക് ഉള്ളൊഴുക്കിന്റെ സ്ക്രിപ്റ്റ് സെലക്ട് ആയിരിക്കുകയാണ്. മലയാളത്തിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണത്. അതിന്റെ പോലെ തന്നെ വേറൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ തമിഴിൽ നിന്ന് മഹാരാജ പടമില്ലേ, മഹാരാജ പടം ഓസ്കാറിലേക്ക് ഡയറക്ടർ നോമിനേഷന് എടുത്തിട്ടുണ്ട്. പിന്നെ ഹിന്ദിയിൽ ലാപ്പട്ട. എനിക്ക് വേറൊരു കേസുണ്ട്. എനിക്ക് തോന്നുന്നത് ഹിന്ദി ബെൽറ്റ്, ഹിന്ദി സംഭവങ്ങളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അത് ഈ മദ്രാസി പടങ്ങൾ അവര് നൈസായിട്ട് ഒഴിവാക്കും, ചവിട്ടും. പക്ഷെ ഇപ്പൊ ഇത് ജസ്റ്റ് നല്ല നോമിനേഷൻ, ഇത് പടം നല്ലൊരു ഇതാണല്ലോ മഹാരാജ. അപ്പൊ അത് നല്ലൊരു ഇതിനകത്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് കിട്ടിയത്. പിന്നെ അപ്കമിങ് മൂവീസ് ഏതാ റിലീസുള്ളത്? ദീപാവലിക്ക് എല്ലാ സിനിമയും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇറക്കി തീർത്തു. ഇനിയിപ്പോ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി ക്ഷാമത്തിലേക്കാണ് പോണത്. കാര്യമായിട്ടൊന്നുമില്ല. ഇനി ഡിസംബറിലെ പടം വരുന്നുള്ളൂ. മലയാളത്തില് വരാൻ പോണ നമുക്ക് അടുത്ത മാസത്തെ പറയാം. ഈ മാസം തന്നെ നവംബറിൽ പറയാം. മലയാളത്തില് ഹലോ മമ്മി എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു, പക്ഷെ റിലീസ് തീരുമാനമായിട്ടുള്ള കൺഫേം ആവും. പിന്നെ തമിഴിൽ ഏതോ ഒരെണ്ണം വരുന്നുണ്ടല്ലോ, കങ്കുവ. അയ്യോ, കങ്കുവിനെ കുറിച്ച് വേറെ കാര്യം പറയാൻ കേട്ടോ. കങ്കുവ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് 4 വർഷത്തിന് ശേഷം തിയേറ്ററിലേക്ക് തന്നെ OTT റിലീസ് ആയിരുന്നു. അതേതായിരുന്നു? ജയ് ഭീമും പിന്നെ ഈ പറഞ്ഞ മറ്റേ ഫ്ലൈറ്റിന്റെ
ആ പടവും റിലീസായി. 2 പടങ്ങൾ വന്നേക്കാൻ തന്നെ, 2ഉം ഹിറ്റായിരുന്നു, OTT നല്ല ഹിറ്റായിരുന്നു. അപ്പൊ പിന്നെ നമ്മുടെ കിലാടി റീമേക്ക് ചെയ്തതാണല്ലോ. അതെ. അപ്പൊ ഈ ഫ്ലൈറ്റിലുള്ള അതെ സൂര്യ റിപ്പോർട്ടർ എന്നാണ് തമിഴിലെ പേര്. അപ്പൊ ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമില്ല. അപ്പൊ സൂര്യക്ക് നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കങ്കുവയുടെ ഒരു വമ്പ പ്രൊമോഷനില്ല. അപ്പൊ കേരളത്തിൽ വന്ന് എല്ലായിടത്തും പോയി ഇങ്ങനെ ഓടിയിടുന്ന തെലുങ്കിലൊക്കെ പ്രൊമോഷൻ ചെയ്തിരിക്കുക. അപ്പൊ പുള്ളി പ്ലാൻ ചെയ്ത് പുള്ളിയുടെ കാർത്തിക് സുബ്രാജായിട്ടൊരു പടം ഓൾറെഡി ഷൂട്ടിംഗ് കഴിഞ്ഞു. അപ്പൊ അത് ഒരു മാർച്ച് ഏപ്രിലിൽ ആ പടം റിലീസിങ് ഉണ്ട്. ഇപ്പോൾ പുള്ളി ഒരു പുതിയ പടത്തിൽ ജോയിൻ ചെയ്തു, RJ ബാലാജിയിലൂടെ. നമ്മൾ ലാസ്റ്റ് അതിനകത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ പടവും ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പടവും സെപ്റ്റംബർ ഒക്ടോബറിൽ റിലീസ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ബാക്ക് ടു സൂര്യ ഫാൻസിന് ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ബാക്ക് ടു മൂവി കുറേ നാൾക്ക് ശേഷം പുള്ളി ആ റൈസിലേക്ക് വീണ്ടും തിരിച്ചു വന്നേക്കാണ്. പിന്നെ തെലുങ്കിൽ ഈ നവംബർ മാസത്തിൽ വലിയ നമ്മളൊരു പാൻ ഇന്ത്യൻ മൂവീസ് ആയിട്ട് റിലീസൊന്നുമില്ല, വളരെ ചെറിയ മൂവീസ് ഉണ്ട്. പിന്നെ ഹിന്ദിയിൽ ഒരു മൂവി വരുന്നുണ്ട്, സബർമതി റിപ്പോർട്ട്. അതിനെ കുറിച്ച് വിക്രം മാസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു നല്ല പണ്ടോട്ട് ആള് നല്ല ആക്ടറാണ്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞപ്പോ ഇത് 12th ഫെയില് പിന്നെ ഈ പറഞ്ഞ പോലെ വേറൊരു പടം കൊണ്ടിട്ട് ഈ അടുത്ത് OTT ഹിറ്റായ ഒരു പടം, അതിന്റെ കൊലപാതകങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു സീരിയൽ കില്ലറിന്റെ ഒരു പടം ഉണ്ടായിരുന്നില്ല. അപ്പൊ സെക്ഷൻ 360 പടത്തിന്റെ പേര്. അപ്പൊ ആ പുള്ളിയുടെ പടമാണ് പുള്ളിയുടെ ട്രെയിലറൊക്കെ ഇറങ്ങി, അടിപൊളി റിപ്പോർട്ടാണ്. ആ പടം നല്ലൊരു ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്, ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഒരു മൂവിയാണ്, പണ്ട് നടന്ന സംഭവമാണ്. അപ്പോൾ അത് ഒരു വമ്പം പ്രതീക്ഷിക്കുന്ന പടമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ മൂവി അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് പുതിയ മൂവി അപ്ഡേറ്റ്സിനും ഗോസിപ്സിനും എല്ലാം വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.